നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന സഹോദരിമാരെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ 2 പേർ പിടിയിൽ. നെടുമ്പാശ്ശേരി സ്വദേശി കിടങ്ങായത്ത് ഹൗസിൽ ബേസിൽ ബേബി, തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി കുന്നത്ത് ഹൗസിൽ മുഹമ്മദ് റമീസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബംഗളൂരുവിലെത്തിച്ചാണ് മദ്യം നൽകി പീഡിപ്പിച്ചത്. പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. പൊന്നാനി ചന്തപ്പടിയിലെ ജ്വല്ലറിയിൽ മോഷണം. 26,000 രൂപയുടെ നാശനഷ്ടം ഉടമയ്ക്കുണ്ടായി. മഹാരാഷ്ട്ര സ്വദേശി മനോജ് സേട്ടുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്വർണ്ണ വ്യാപാര കേന്ദ്രത്തിലാണ് മോഷണം നടന്നത്. മലപ്പുറം കളക്ടറുടെ ബംഗ്ലാവിനു സമീപം കൂട്ടിയിട്ട ചപ്പുചവറുകൾക്ക് തീ പിടിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. 2 ദിവസം മുൻപും ഇവിടെ തീ പിടിച്ച് മലപ്പുറം അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചിരുന്നു. മയക്കുമരുന്ന് കടത്ത്, കൊലപാതക ശ്രമം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതികളായ പുറത്തൂർ സ്വദേശി തെക്കഞ്ചേരി സുധീഷ്, കൂട്ടായി സ്വദേശി കുറിയന്റെ പുരയ്ക്കൽ മുഹമ്മദ് കാസിം എന്നിവർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി. തൃശൂർ റേഞ്ച് DIG അജീത ബീഗമാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. തേഞ്ഞിപ്പലം കക്കാട്ടുപാറയ്ക്ക് സമീപം ചൊവ്വയിൽ ശിവക്ഷേത്രത്തിൽ ഭണ്ഡാരം തകർത്ത് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. വള്ളിക്കുന്ന് അത്താണിക്കൽ സ്വദേശി ചുള്ളിയിൽ വീട്ടിൽ മുനീബാണ് പിടിയിലായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് തുടങ്ങി. പ്രത്യേകം സജ്ജീകരിച്ച പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകളിലാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. കൊണ്ടോട്ടി നഗരസഭയിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കത്തിന് പരിഹാരം. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം മുസ്ലിം ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകും. വൈസ് ചെയർമാൻ സ്ഥാനം മുസ്ലിം ലീഗ് ഏറ്റെടുത്തു. നാട്ടിൽ ജലക്ഷാമം രൂക്ഷമായിരിക്കുമ്പോഴും മാസങ്ങളായി നടുറോട്ടിൽ കുടിവെള്ളം ഒഴുകുന്നു. കാളികാവ്, പുറ്റമണ്ണ, പട്ടിക്കാടൻ വളവിനടുത്താണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.